ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോവാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ശരിക്കും 5:15 5:30 ആയപ്പോഴത്തേനും വണ്ടി എടുത്താണ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനുള്ള മൂഡല്ലായിരുന്നു. കാറിലോട്ട് കയറിയിട്ട് ഒട്ടനെ തന്നെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഒരു 7:15 7:30 ആയപ്പം കണ്ണ് തുറന്നപ്പോഴാണ് വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മൾ പോകുന്നത് സ്റ്റാർട്ടിങ്ങിൻ്റെ കുറച്ച് വീഡിയോ എടുത്തേക്കാന്ന് വെച്ചിട്ട് എടുത്തത് കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എണീച്ചപ്പോഴാണ് ഒന്ന് വീഡിയോ എടുത്തത്. ഞങ്ങൾ എറണാകുളത്തു നിന്നും പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത് കേട്ടോ. പത്തനംതിട്ടയിലെ മൈലപ്പുറയിലാണ് വീട്. എൻ്റെ പപ്പയുടെ വീടൊക്കെ അവിടെയായിരുന്നു. അപ്പം ഇപ്പം അവിടെ ഉള്ളത് ഉപ്പാപ്പനാണ്. ഉപ്പാപ്പൻ്റെ മോളുടെ കല്യാണം. ഉപ്പാപ്പൻ മീൻസ് എൻ്റെ പപ്പയുടെ അനിയൻ. അപ്പോൾ കുഞ്ഞിലെയൊക്കെ വെക്കേഷൻ 2 months വെക്കേഷൻ കിട്ടുന്ന സമയത്ത് നേരെ പോകുന്ന ഉപ്പാപ്പൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഉപ്പാപ്പൻ്റെ മോനും മോളും ഉണ്ട്. പിന്നെ അവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ ചേർന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ വെറുതെ ഇങ്ങനെ വഴിയിലൊക്കെ നടക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ രസമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ വയലും വഴികളും റോഡുകളും ഒക്കെ തന്നെ. അപ്പോൾ ഞങ്ങളൊരു 8:15 8:30 ആയപ്പോഴത്തേനും അവിടെ എത്തി കേട്ടോ. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു 7-8 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അങ്ങനെ ആ ഭാഗങ്ങളെല്ലാം ഭയങ്കര മാറ്റങ്ങളായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കണ്ണിന് മനസ്സിലായില്ലായിരുന്നു ആ റോഡും ഭാഗങ്ങളൊക്കെ. ഈ വഴിയൊക്കെ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ നിന്ന് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് നമ്മുടെ വീടുള്ളത്. ഈ ഒരു വഴികളും വയലും ഒക്കെ അങ്ങനെ തന്നെ ഏകദേശമൊക്കെ ഉണ്ട്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് വണ്ടി പോകാനുള്ള സ്ഥലമൊക്കെ കുറച്ച് ആയിട്ടുണ്ട്. മുമ്പ് ഈ ഒരു വഴിയൊന്നും അവിടെ ഇല്ലായിരുന്നു. കണ്ടം മാത്രം, വയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീടുകൾക്കൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. ഉപ്പാപ്പൻ്റെ വീടിന് നല്ല മാറ്റം വന്നു. അടിപൊളി സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതല്ല കേട്ടോ, റൈറ്റ് സൈഡിലോട്ട് ഇനിയും പോകണം. ഇത് ഞങ്ങളുടെ ഒരു അങ്കിളുടെ വീട് തന്നെയാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ പാറയിൽ കുടുംബക്കാരുടെ വീടുകൾ തന്നെയാണ് കേട്ടോ. അടുത്തടുത്തായിട്ട് കുറേ വീടുകൾ നമ്മുടെ ബന്ധുക്കാരുടെ വീട് തന്നെയാണ്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ഈ വയലും ഈ ഒരു സ്ഥലങ്ങളും മരങ്ങളും ഒക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. 2 മാസത്തെ അവധിക്ക് പോയി നിന്ന് തകർക്കുന്ന സ്ഥലമായിരുന്നു. ഓടിച്ചാടി കളിച്ച സ്ഥലമാണ്. അത് വീണ്ടും കണ്ടപ്പം ഭയങ്കര സന്തോഷം. ഇതാണ് എൻ്റെ ഉപ്പാപ്പൻ. ആൻറ്റി അകത്ത് എവിടെയോ ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാം ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുട്ടികളെയും കൊണ്ടൊക്കെ അല്ലേ പോയത്. അപ്പം അതിൻ്റേതായിട്ടുള്ള നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എടുത്തത് ഞങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ക്യാമറ ചേട്ടനൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാപ്പൻ്റെ മോളാണ് സുമി ഓൾറെഡി റെഡിയായി നിൽക്കുകയായിരുന്നു. കുറേ പോസിങ്ങും ഫോട്ടോസും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ദക്ഷിണ കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടോളൂ. കല്യാണത്തിൻ്റെ മിന്നുകെട്ടിൻ്റെ ഒന്നും എൻ്റെ വീഡിയോയില്ല കേട്ടോ. എൻ്റെ ഉള്ള വീഡിയോസ് മാക്സിമം ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. പള്ളിയിലോട്ട് കയറിയപ്പോൾ തന്നെ തിരുമേനി പറഞ്ഞു ഫോണൊക്കെ മാറ്റി സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കണമെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചിട്ടോ. മിന്നേട്ടൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ ഫോൺ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതിനിടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എൻ്റെ ഇല്ല കേട്ടോ. പിന്നെ കല്യാണം ലൈവ് സ്ട്രീം പോകുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് മാത്രം. അതല്ലാതെ ബാക്കി ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ കുഞ്ഞിക്കുട്ടികളൊക്കെ കുഞ്ഞു പിള്ളേരായിരുന്നു അന്ന്. എല്ലാവരും വലിയ കുട്ടികളായി. സുമിമോളും അന്ന് കുഞ്ഞായിരുന്നു, ഇപ്പോൾ വലിയ കുട്ടിയായി, കല്യാണ പെണ്ണൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോയ ശേഷം അങ്ങനെ ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാൻ പറ്റാഞ്ഞതുകൊണ്ട് ഇടയ്ക്കൊക്കെ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് പോയതല്ലാതെ ഈ ഭാഗത്തേക്കൊന്നും പിന്നെ വന്നിട്ടില്ല. അപ്പം ഇപ്പം എല്ലാവരെയും കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. എങ്കിലും ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു പോന്നു. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് എല്ലാവരോടും സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. എല്ലാവരെയും കണ്ടു, അത്രേ ഉള്ളൂ. ദക്ഷിണ കൊടുക്കാനായിട്ട് കുനിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞു ഇനിയും കുനിയണ്ട, ജസ്റ്റ് കൈകൂപ്പിയാൽ മതി എന്ന് പറഞ്ഞു കൊച്ചിൻ്റെ അടുത്ത്. എല്ലാവരും നമ്മുടെ ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ കേട്ടോ. പക്ഷേ ഓരോരുത്തരെയും പറയാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിവരിക്കുന്നില്ല.
ശ്രീമോളുടെ ആങ്ങളെയാണ് കേട്ടോ, അവളുടെ ചേട്ടനാ, എൻ്റെ ഉപ്പാപ്പൻ്റെ മോൻ. പിന്നെ ഇത് ഉപ്പാപ്പനും ആൻറ്റിയുമാ പോകുന്നതിന് മുമ്പ് അവളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. പള്ളിയിലെത്തി വെൽക്കം ഡ്രിങ്കും സ്നാക്കും ഒക്കെ കഴിച്ചു. ആദ്യം കാണിച്ച ആ മഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് മുന്തിരി കൊത്തുന്ന പേര്. പണ്ടൊക്കെ അമ്മച്ചി ഉണ്ടാക്കി തരുമായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം ഇച്ചിരി ടേസ്റ്റ് കുറവുണ്ടെങ്കിലും പണ്ടത്തെ ആ ടേസ്റ്റ് എന്തായാലും ഇപ്പം കിട്ടില്ല. എങ്കിലും സംഭവം ഇപ്പോഴും പ്രിയപ്പെട്ട ഒരു സ്നാക്ക് തന്നെയാണ്. ഇനി ഞാനൊന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങൾ വിഷ്വൽസ് ഒക്കെ കണ്ടോളൂ. പിന്നെ ലാസ്റ്റ് ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല, എറണാകുളത്തേക്ക് തിരിച്ച് പോരണ്ട, അന്ന് തന്നെ പോരേണ്ടതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോന്നായിരുന്നു. അപ്പോൾ അതെനിക്ക് എൻ്റെ ആങ്ങളെ വിഷ്വൽസ് ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ.
ഇവരായിരുന്നു നമ്മുടെ ക്യാമറ ചേട്ടന്മാർ കേട്ടോ. അപ്പോൾ ഇവരവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് അടിച്ച് മാറ്റിയതാണേ. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ കൊണ്ട് നടക്കുന്നത് കണ്ടപ്പം ഞങ്ങൾ നിന്ന സമയത്ത് എൻ്റെ ഫോൺ വാങ്ങിച്ച് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.